ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ മൈനിങ് ആൻഡ് ഡാറ്റ വെയർഹൗസിൻ്റെ 5ാമത്തെ മൊഡ്യൂളാണ്. സോ 5ാമത്തെ മൊഡ്യൂളിൻ്റെ റിവിഷനാണെന്ന്. സോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 5ാമത്തെ മൊഡ്യൂളിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അസോസിയേഷൻ മൈൻ റൂളിങ്ങും പിന്നെ ക്ലസ്റ്ററിങ് അനാലിസിസും ആണുള്ളത്. സോ ഫസ്റ്റ് വൺ ഈസ് അസോസിയേഷൻ മൈൻ റൂളിംഗ്. എന്താണ് അസോസിയേഷൻ മൈൻ റൂളിംഗ്? നമുക്ക് പഠിക്കാനുള്ളതിൽ അസോസിയേഷൻ മൈൻ റൂളിങ്ങിൻ്റെ അകത്ത് എന്താണ് അസോസിയേഷൻ മൈനിങ് എന്ന് പറയുന്നത്? എന്താ അതായത് മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഡേറ്റേനെ മൈൻ ചെയ്ത് എടുക്കുക. ഡേറ്റ ഓൾറെഡി ഡേറ്റാബേസിൻ്റെ അകത്തുണ്ട്. ആ ഡേറ്റാബേസിലുള്ള ഡേറ്റേനെ ഇൻ്റഗ്രേറ്റ് ചെയ്തോ കമ്പൈൻ ചെയ്തോ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അതിനാണ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. സോ അസോസിയേഷൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഡേറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേറ്റ ഐറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് പറയുന്നതാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ആ അസോസിയേഷനെ ഒരു റൂളായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇഫ് ദിസ് ആണ് അവിടുത്തെ അസോസിയേഷൻ എങ്കിൽ ദെൻ ദിസ് ഹാപ്പൻസ്. അതായത് ഇഫ് ദെൻ എന്നുള്ള രീതിയിൽ, ഇഫ് എ ഈസ് ദെയർ ദെൻ ബി വിൽ ബി ഓൾസോ ദെയർ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതാണ് അസോസിയേഷൻ റൂൾ മൈനിങ്ങിൻ്റെ അകത്ത് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റീരിയൽ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ് ആണ്. സോ മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ് ഈസ് വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ മൈനിങ്. അതിൽ ഇവിടെ എങ്ങനെയാണുള്ളത്? ഇപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലായി. ഇതൊക്കെ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോയതാണ്. ഇത് റിവിഷൻ പോലെയാണ്. സോ അതിൻ്റെ അകത്ത് ബാസ്ക്കറ്റ് ഉണ്ടെന്നും പല മെറ്റീരിയൽസ്. അപ്പോൾ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിയുമ്പോൾ ബ്രെഡ് എടുക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഒപ്പം ജാമും ബട്ടറും എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് എൻ്റെ അസോസിയേഷൻ? നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഞാനിവിടെ ഓൾറെഡി ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇതാണ്. ടെക്സ്റ്റ് ബുക്ക് 1 എന്ന് പറഞ്ഞേക്കണം. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒരു എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത്. സോ ഇത് ഐറ്റംസും അതിൻ്റെ ട്രാൻസാക്ഷൻസാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മെയിനായിട്ടും 2 കാര്യം നോട്ട് തന്നിരിക്കുന്നതിൽ മെയിൻലി 2 കോൺസെപ്റ്റാണ്. ഫസ്റ്റ് വൺ, അതിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സപ്പോർട്ട്, സെക്കൻഡ് വൺ ഈസ് കോൺഫിഡൻസ്. സോ വാട്ട് യു മീൻ ബൈ സപ്പോർട്ട്? സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഉള്ള ട്രാൻസാക്ഷൻസിൻ്റെ അകത്ത് ഒരു ഡാറ്റ ഐറ്റം എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് സപ്പോർട്ട് എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഓഫ് ആൻ ഐറ്റം ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ വിച്ച് ദാറ്റ് ഐറ്റം ഒക്കേസ്. ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ആ ഉള്ള ട്രാൻസാക്ഷൻസിൽ ഇന്ന ഐറ്റം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ബിയർ എന്ന് പറഞ്ഞ സാധനം എടുക്കുക നോക്കിയാൽ, ബിയർ ഒരു ഐറ്റമാണ്. അത് എത്ര ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്? 2 ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. എത്ര ട്രാൻസാക്ഷൻ മൊത്തം ഉണ്ട്? 5 ഉണ്ട്. സോ 2/5 ദാറ്റ് ഈസ് ഇക്വൽ ടു 40. 2/5 ദാറ്റ് ഈസ് ഇക്വൽ ടു 40. അതാണ് ഇതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി കാൽക്കുലേറ്റർ നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ 2 പ്രാവശ്യം ബിയർ വന്നിട്ടുണ്ട്. സോ ബിയർ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ ഐറ്റമാണ്. ആ ഐറ്റത്തിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് 2/5 വിച്ച് ഈസ് ഇക്വൽ ടു 0.4. അത് ഇൻറ്റു പെർസെൻറ്റേജ് ആക്കി കഴിയുമ്പോൾ 40% ആവും. അതുപോലെ തന്നെ ബ്രെഡ് എത്ര ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്? 1, 2, 3, 4 ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പോൾ 4/5 എത്രയാണ്? 0.8 ഇൻറ്റു 100. സോ 80%. അതുപോലെ തന്നെ മിൽക്ക് അല്ലെങ്കിൽ പീനട്ട് ബട്ടർ എടുത്തോ. 1, 2, 3. ഇപ്പോൾ 3/5 അത് ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടും? 60 കിട്ടും. അതുപോലെ തന്നെ ഇനി ഇതുപോലെ ഡാറ്റ ഐറ്റം സിംഗിൾ വരാം, കമ്പൈൻ ചെയ്ത് തരാം. ഇപ്പോൾ ബിയറും ബ്രെഡും കൂടി നോക്കിയേ. ബിയറും ബ്രെഡും ഇവിടെ ഒരുമിച്ച് വന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ബിയറും ബ്രെഡ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടോ? അങ്ങനെ എത്ര ട്രാൻസാക്ഷൻ ഉണ്ട്? 5 ട്രാൻസാക്ഷൻ. 1/5 എത്രയാ? 20%. അതുപോലെ തന്നെ അടുത്തത് ബിയറും ജെല്ലിയും നോക്കിയേ. ബിയറും ജെല്ലി വന്നിട്ടുണ്ടോ? ഇല്ല. ബിയർ ജെല്ലി ഇല്ല. 2 കോമ്പിനേഷൻ ഇല്ല. അപ്പോൾ എത്ര പ്രാവശ്യം വന്നു? 0/5 വിച്ച് 0. ഇതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ
പല സെറ്റ് ഉണ്ടാവും. സിംഗിൾ സെറ്റ് ഉണ്ടാവും, 2 സെറ്റ് ഉണ്ടാവും, 3 സെറ്റ് ഉണ്ടാവും. ഇവിടെ എത്ര സെറ്റ് ഉണ്ടോ മാക്സിമം അത്രയും സെറ്റ് വരും. 4 സെറ്റിൻ്റെയും ഉണ്ടാക്കി വെക്കാം. ഓൾ സപ്പോർട്ട്സ് ഫോർ ഡാറ്റ ഐറ്റംസ് 4 സെറ്റ് ഉണ്ടാക്കി വെക്കാം, പക്ഷേ എല്ലാം 0 ആണ്. ഇതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് എന്ന് എന്താ? ഇതാണ് സപ്പോർട്ടിൻ്റെ ഡെഫിനിഷൻ ആണ്. ഫോർ ആൻ അസോസിയേഷൻ റൂൾ ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ഡാറ്റാബേസ് ദാറ്റ് കണ്ടെയ്ൻ യു ഇന്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവും വൈയും രണ്ടും കൂടി ഉള്ളതാണ്. ട്രാൻസാക്ഷൻസ് വരുമ്പോഴാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്നത്. കോൺഫിഡൻസ് എന്ന് എന്താ? ഫോർ ആൻ ട്രാൻസാക്ഷൻ ഇസ് ദി റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ദാറ്റ് കണ്ടെയ്ൻ യു എക്സ് ഇന്റർസെക്ഷൻ യു ടു ദി നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ദാറ്റ് കണ്ടെയ്ൻ എക്സ്. അതായത് കോൺഫിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എന്നാ കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. ഇതും അതും എന്നുള്ള രീതിയിൽ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണിത്. അപ്പോൾ നമുക്ക് ആ മറ്റേ പ്രോബ്ലത്തിൽ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് കോൺഫിഡൻസ് എന്നുള്ളത്, അതായത് കമ്പ്യൂട്ടറും ആൻറ്റിവൈറസ് എന്നുള്ളത് ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത്. ഓക്കെ, ഇതാണ് ബേസിക് കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ. ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കോൺഫിഡൻസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ, ദാറ്റ് ഈസ് സപ്പോർട്ട് ഓഫ് എ യൂണിയൻ ബി ഡിവൈഡ് ബൈ സപ്പോർട്ട് ഓഫ് ഇവിടെ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്, കോൺഫിഡൻസ് എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വരും. എ ഗീവ്സ് ബി എന്നാണെങ്കിൽ എ താഴെയും ബിയുടെ ഇതെല്ലാം കോമ്പിനേഷൻ മുകളിലും വരും. കണ്ടോ? അതുപോലെ ഇനി അടുത്ത് വരുന്നത് ഈ അസോസിയേഷൻ റൂൾ വെച്ച് നമുക്ക് 2 മെയിൻ മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ അപ്രിയോറി അൽഗോരിതം, സെക്കൻഡ് വൺ FP ഗ്രോത്ത് അൽഗോരിതമാണ്. അതിൽ അപ്രിയോറി അൽഗോരിതം ഞാൻ നമുക്ക് ഓൾറെഡി പറഞ്ഞു തന്നിരുന്നതാണ്. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത് ഒരു അപ്രിയോറി അൽഗോരിതത്തിൻ്റെ അകത്ത് ആദ്യമേ ഒരു മിനിമം കോൺഫിഡൻസ് എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ടാവും. സോ മിനിമം കോൺഫിഡൻസ് ഉള്ള വാല്യൂസ് ഉള്ളത് മാത്രം എടുത്തിട്ട് അങ്ങനെ ഒരു അസോസിയേഷൻ റൂൾ ഉണ്ടാക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട്, ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ ഐറ്റം സെറ്റ് 1 വരെയുള്ള ഐറ്റം സെറ്റ് മാത്രം, 1 വെച്ചുള്ള ഐറ്റം സെറ്റ്, അടുത്ത 2 ഐറ്റംസ് വെച്ചിട്ടുള്ള സെറ്റ് ഇവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിനിമം സപ്പോർട്ട് കൗണ്ട് 2 ഉള്ളതേ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മിനിമം സപ്പോർട്ട് കൗണ്ട് കൊണ്ട് എല്ലാത്തിനെയും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നിന്ന് 2 ഇല്ലാത്ത എല്ലാം കളയും. ഇപ്പോൾ ഇത് 2 ഐറ്റംസ് വെച്ചിട്ടുള്ള സപ്പോർട്ട് കൗണ്ടാണ്. ഓക്കെ, ഇവിടെ 1 ഉണ്ട്, 0 ഉണ്ട്. അപ്പോൾ 1ഉം 0 മറ്റേ അവോയ്ഡ് ചെയ്ത് കളയും. അങ്ങനെ ചെയ്തു വരുന്നതാണ് ഇത്. അങ്ങനെ ഇനി 3 എണ്ണത്തിന് സപ്പോർട്ട് കൗണ്ട്. അങ്ങനെ ഫൈനലായിട്ട് നമുക്കൊരു ഇത് കിട്ടും, സപ്പോർട്ട് കൗണ്ട് 2ഉം 2ന് കൂടുതലുള്ളത്. ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ഡാറ്റ ഐറ്റം. ഇതായിരിക്കും ഇതിൻ്റെ റൂള്. മനസ്സിലായോ? അപ്പോൾ ആദ്യമേ ചെയ്യേണ്ട കേസ് ഇത് ചെയ്യുക, ജോയിനിങ് സ്റ്റെപ്പ് ചെയ്യുക. അതാണ് ജോയിനിങ് സ്റ്റെപ്പ് ചെയ്ത് അടുത്ത് വന്ന് പ്രൂണിങ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇത് വരും. അങ്ങനെ അസോസിയേഷൻ റൂൾസ് ജനറേറ്റ് ചെയ്യുക. കേട്ടോ, ജോയിൻ ചെയ്തു, എന്നിട്ട് പ്രൂൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദെർഫോർ ലാസ്റ്റ് പ്രൂണിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടും ഒരു സാധനം. അതാണ് ഇവിടെ ചെയ്യുന്ന കാര്യം അപ്രിയോറി അൽഗോരിതത്തിൻ്റെ അകത്ത്. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കോൺഫിഡൻസ് ഇതും കാൽക്കുലേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യുക. കണ്ടോ, ഓരോ തന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ വെച്ചിട്ട് കോൺഫിഡൻസ് ഇതും കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിന് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. അതാണ് അപ്രിയോറി അൽഗോരിതം. അത് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഈ പറഞ്ഞ സാധനത്തിൻ്റെ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇത് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ലാർജ് ഐറ്റംസിന് വന്നിട്ട് പിന്നെ നേരെ അപ്രിയോറി അൽഗോരിതം ഉപയോഗിക്കുന്നവരോട് പറഞ്ഞിട്ടുണ്ട് അസോസിയേഷൻ റൂൾസിൻ്റെ അകത്ത്. അൽഗോരിതം അപ്രിയോറി അൽഗോരിതത്തിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ചെയ്തേക്കണേ ഇത്. ആ മറ്റേ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കേട്ടോ, ഞാൻ ബ്രെഡും ഇതും വെച്ച് അത് വെച്ചിട്ടുള്ള ഇതാണ്. ട്രാൻസാക്ഷൻ ടേബിൾ തന്നിട്ടും അതിൻ്റെ സമീപത്തും ഇതാണോ കാൻഡിഡേറ്റ്സും ലാർജ് സെറ്റ്സും. ഇതാണ് അപ്രിയോറി അൽഗോരിതത്തിൻ്റെ അകത്ത് വരുന്നത്. ഇനി പറയാനുള്ളത് പാറ്റേൺ ഗ്രോത്ത് അപ്രോച്ചാണ്. പാറ്റേൺ ഗ്രോത്ത് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രിയോറി അൽഗോരിതത്തിൻ്റെ അകത്ത് നമുക്ക് എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ ടെസ്റ്റ് മെത്തേഡ്സ് വരുന്നു. അതായത് ഡാറ്റ ഐറ്റംസിൻ്റെ ലാർജ് ജോയിനിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് ഈ പറഞ്ഞ അപ്രിയോറി അൽഗോരിതത്തിൽ. അപ്പോൾ ആ ടെസ്റ്റ് സെറ്റ് ആ ടെസ്റ്റ് സെറ്റ് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പാറ്റേൺ ഗ്രോത്ത് അപ്രോച്ച്. പാറ്റേൺ ഗ്രോത്ത് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ജോയിനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ചെയ്യുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രീ ഫോം ഉണ്ടാക്കുവാണ്. ഓക്കെ, ഒരു ട്രീ ഫോം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം കേട്ടോ നേരത്തെ നോഡിൻ്റെ അത് വെച്ചിട്ട് ആ സപ്പോർട്ട് കൗണ്ട് വെച്ചിട്ട് ഒരു ട്രീ ആയിട്ട് ഉണ്ടാക്കുവാണ്. ആ ട്രീ ആയിട്ട് ഉണ്ടാക്കിയ ശേഷം
എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നോഡിൽ വെച്ച് സപ്പോർട്ട് കൊണ്ട് കുറവാണെങ്കിൽ അതിന് തൊട്ട് താഴത്തേക്കുള്ള നോഡ് എന്ത് ചെയ്യും, അങ്ങ് പ്രൂൺ ചെയ്ത് കളയും. അത് വേണ്ട എന്നങ്ങ് വെക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ട് കൗണ്ട് 2 ആണ്. സോ ഇവിടെ ഒക്കെ സപ്പോർട്ട് കൗണ്ട് 2 ആണ്. സോ അതുകൊണ്ട് താഴത്തേക്ക് പോകുന്നു. സപ്പോർട്ട് കൗണ്ട് 7 ഉണ്ട്. സോ താഴത്തേക്ക് പോകുന്നു. ഇങ്ങനെ പോയി എവിടെയെങ്കിലും സപ്പോർട്ട് കൊണ്ട് ഇവിടെ നോക്കി 1 പോകും. അപ്പം തൊട്ട് താഴത്തേക്കുള്ള ട്രീ പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോകില്ല. അവിടെ വെച്ചങ്ങ് പ്രൂൺ ചെയ്ത് കളയും. ഇവിടെ നോക്കി 1, അതിന് താഴത്തേക്കുള്ള എല്ലാം പ്രൂൺ ചെയ്ത് കളയും. ഇവിടെ നോക്കി 1, അതിന് താഴത്തേക്കുള്ള പ്രൂൺ ചെയ്ത് കളയും. ഇവിടെ നോക്കി താഴത്തേക്ക് 1 എല്ലാം പ്രൂൺ ചെയ്ത് കളയും. അങ്ങനെ ചെയ്തു പോകുന്നതിനാണ് FP ഗ്രോത്ത് ട്രീ എന്ന് പറയുന്നത്. സോ അങ്ങനെ നമുക്ക് ആ ട്രീയുടെ സ്ട്രക്ചർ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രക്ചറുണ്ട്. അതാണ് ഈ സ്ട്രക്ചർ ലാസ്റ്റ്. അതായത് കമ്പൈൻ ചെയ്ത് വരുന്നതാണ് FP ഗ്രോത്ത് അൽഗോരിതം എന്ന് പറയുന്നത്. അതായത് വ്യത്യാസം അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് മൈനിങ് അപ്രോറിയും FP ഗ്രോത്തും. ഇനി അടുത്ത് വരുന്നത് ക്ലസ്റ്റർ അനാലിസിസ് ആണ്. ഇങ്ങനെയാണ് ക്ലസ്റ്റർ അനാലിസിസ്. വാട്ട് ഈസ് മീൻ ബൈ ക്ലസ്റ്റർ അനാലിസിസ്? അതിൻ്റെ കോൺസെപ്റ്റ്സ്, ടൈപ്സ് ഓഫ് ഡാറ്റ ഇൻ ക്ലസ്റ്റർ അനാലിസിസ്, പിന്നെ കാറ്റഗറൈസേഷൻ ഓഫ് ക്ലസ്റ്ററിങ് മെത്തേഡ്സുമാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ക്ലസ്റ്റർ അനാലിസിസ്? ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് ക്ലസ്റ്ററിങ് ഈസ് ദി പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദി ഡാറ്റ ഇൻ ടു ക്ലാസസ് ഓർ ക്ലസ്റ്റേഴ്സ്. ഗ്രൂപ്പ് ചെയ്യുകയാണ്. മേ ബി ലൈക്ക് ഇപ്പോൾ ക്ലസ്റ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ക്ലസ്റ്റർ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഫീമെയിൽ, മെയിൽ, ഇപ്പോൾ മെയിൽസ് എല്ലാം കൂടി ഒരു ഗ്രൂപ്പാക്കി, ഫീമെയിൽ എല്ലാവരും കൂടി ഒറ്റ ഗ്രൂപ്പാക്കി. ഇനി അടുത്തത് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ അകത്ത് വേറെ രീതിയിൽ ഇപ്പോൾ ക്ലസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എന്തിൻ്റെ ബേസിലാണ്? ഹൈറ്റിൻ്റെ ബേസിസിൽ ക്ലസ്റ്റർ ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റുഡൻസ് ഹൂ ആർ ലെസ് ദാൻ 5 feet ഉള്ളവരെല്ലാം ഒറ്റ ക്ലസ്റ്റർ. സ്റ്റുഡൻസ് ഹൂ എന്നാ പറയണേ, ഹൈറ്റ് ഗ്രേറ്റർ ദാൻ 5 feet, അത് ഒരു ഗ്രൂപ്പ്. അങ്ങനെ അങ്ങനെയാണ് ഇതിനാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്, ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്, ക്ലസ്റ്ററിംഗ് ഗ്രൂപ്പിന്. സോ ക്ലസ്റ്ററിംഗ് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എന്നാ പറയുക, ഒരു അതിന് ഒരു കോമൺ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഡാറ്റനെ ക്ലസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ക്ലസ്റ്ററിംഗ് റിക്വയർമെന്റ്സ് ആണ് പറയുന്നത്. ടൈപ്സ് ഓഫ് റിക്വയർമെന്റ്സ് ഓഫ് ക്ലസ്റ്ററിംഗ്. റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? സ്കെയിലബിലിറ്റി, എബിലിറ്റി ടു ഡീൽ വിത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ്, ഡിസ്കവറി ഓഫ് ക്ലസ്റ്ററിംഗ് വിത്ത് ആട്രിബ്യൂട്ട് ഷേപ്പ്, minimum requirement for domain knowledge to determine is the ability to deal with the noisy data, insensitivity of the ordering of the input, പിന്നെ ഹൈ ഡയമെൻഷൻസ്, പിന്നെ കൺസ്ട്രെയിൻസ് ബേസ്ഡ്, ഇതൊക്കെ. ഇനി അടുത്ത് വരുന്നത് ടൈപ്സ് ഓഫ് ഡാറ്റ ഇൻ ക്ലസ്റ്ററിംഗ് അനാലിസിസ്. ക്ലസ്റ്ററിംഗ് അനാലിസിസിൽ ടൈപ്സ് ഓഫ് ഡാറ്റ ഉണ്ട്. അതിൽ ക്ലസ്റ്ററിംഗ് ഡാറ്റയിൽ ഡാറ്റ മാട്രിക്സ് ഉണ്ട്, പിന്നെ ഡിസ്സിമിലർ മാട്രിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ബൈ ഒബ്ജക്റ്റ് സ്ട്രക്ചർ എന്ന് പറയും. ഈ ഡാറ്റ മാട്രിക്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ബൈ വേരിയബിൾ സ്ട്രക്ചർ, ഒബ്ജക്റ്റ് ബൈ വേരിയബിൾ, മറ്റേത് ഒബ്ജക്റ്റ് ബൈ ഒബ്ജക്റ്റ് സ്ട്രക്ചർ. അങ്ങനെ 2 ടൈപ്പ് ഓഫ് ഡാറ്റ ആണ് ഉള്ളത്. ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ക്ലസ്റ്ററിംഗ് പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ക്ലസ്റ്ററിംഗ് പറഞ്ഞിരിക്കുന്നത് 125 പറഞ്ഞിരിക്കുന്നത്. 125 കേട്ടോ, നോക്കിയേക്കുക. പിന്നെ മറ്റേ നേരത്തെ പറഞ്ഞിരുന്ന എന്താ പറയുക, അസോസിയേഷൻ റൂൾസിൻ്റെ അകത്ത് ഇവിടെ പറഞ്ഞിരുന്നത് അപ്രിയോറി അൽഗോരിതം ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. FP അൽഗോരിതം എൻ്റെ അകത്ത് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് മറ്റേ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടിയും കിട്ടും. ഇന്നത്തെ 125. ക്ലസ്റ്ററിങ്ങിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാണ് ക്ലസ്റ്ററിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലസ്റ്ററിങ് അൽഗോരിതംസ്. എങ്ങനെയാണ് ക്ലസ്റ്ററിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ? അതാണ് നമുക്ക് കാറ്റഗറൈസേഷൻ ഓഫ് മേജർ ക്ലസ്റ്ററിങ് മെത്തേഡ്സ്. ആ മേജർ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയൊക്കെയാണ്. അത് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പാർട്ടീഷനിങ് മെത്തേഡ്സ്, സെക്കൻഡ് വൺ ഈസ് ഹൈറാർക്കിക്കൽ മെത്തേഡ്സ്, തേർഡ് വൺ ഈസ് ഡെൻസിറ്റി ബേസ്ഡ് മെത്തേഡ്സ്, ഫോർത്ത് വൺ ഈസ് ഗ്രിഡ് ബേസ്ഡ് മെത്തേഡ്സ്, ഫിഫ്ത്ത് വൺ ഈസ്
മോഡൽ ബേസ്ഡ് മെത്തേഡ്സ്. അങ്ങനെ 5 ആണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഹൈറാർക്കിക്കൽ, പാർട്ടീഷൻ, കാറ്റഗോറിക്കൽ, ലാർജേഷൻ. അത് മറ്റേ ഇതിൻ്റെ തന്നെ വേറെ രീതിയിലേക്ക് പറഞ്ഞു എന്നുള്ളൂ. ഇവിടെ മറ്റേ കുറച്ചുകൂടിയും ഒരു ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് ഏതുകൊണ്ടും ഫോളോ ചെയ്യാം. ഞാൻ നോട്ടിൻ്റെയാണ് ഫോളോ ചെയ്യാൻ പ്രിഫർ ചെയ്യുള്ളൂ. ഇത് ഔട്ട്ലൈനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മൾ ആ ക്ലസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഈ പറയുന്ന ഈ കാര്യങ്ങൾ, അതായത് ഈ ഓരോന്നും പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇവിടെ സെൻട്രോയിഡ് എന്താണെന്നും മീഡിയോയിഡ് എന്താണെന്നും, കാരണം സെൻട്രോയിഡ് മീഡിയോയിഡ് നമുക്ക് പഠിക്കാനുള്ളതാണ്. സെൻട്രോയിഡ് എന്താണെന്നും മീഡിയോയിഡ് എന്താണെന്നും ഈ ഡെഫിനേഷൻസ് ഒക്കെ എല്ലാം നോക്കി വെച്ചേക്കുക. ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ ഹൈറാർക്കിക്കൽ അൽഗോരിതംസ് ആണ് ആദ്യം പറഞ്ഞു പോയേക്കണം. ഓക്കെ, അഗ്രിഗേറ്റീവ് അൽഗോരിതംസ് അങ്ങനെ പറഞ്ഞ് കുറേ ഇങ്ങനെ ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അതിന് അത്ര വലിയ കാര്യമായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അതിൽ നോട്ടിൽ ഓൾറെഡി തന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. മിനിമം സ്പാനിറ്ററിയൊക്കെ നിങ്ങൾ പഠിച്ചേക്കുന്ന കാര്യങ്ങളാണല്ലോ. ഇനിയിപ്പോൾ രണ്ടാമത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കേട്ടോ, കെ മീൻസ് ക്ലസ്റ്ററിങ്. അപ്പം നമുക്ക് എന്താണോ പറഞ്ഞേക്കണേ ആ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. കെ മീൻസ് ക്ലസ്റ്ററിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം നോക്കുക നമ്മുടെ സിലബസിൻ്റെ അകത്ത്. ഓക്കെ, കെ മീൻസ് കണ്ടോ, പാർട്ടീഷൻ എടുത്തിട്ട് കെ മീൻസും കെ മീഡിയോട് ക്ലസ്റ്ററിങ്, ഇത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. മറ്റേത് കാറ്റഗറൈസേഷൻ ഓഫ് ക്ലസ്റ്ററിങ് മെത്തേഡ്സ്, ഏതൊക്കെ രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്നും പിന്നെ കെ മീൻസും കെ മീഡിയോടുമാണ് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം സ്ക്വയറും മറ്റതും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് നോക്കാൻ പോകണ്ട. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു, അതിൻ്റെ കാറ്റഗറൈസേഷൻ കഴിഞ്ഞു. അടുത്ത് തുടങ്ങാൻ പോകുന്നത് പാർട്ടീഷനിങ് മെത്തേഡ്സ് ആണ്. ഓക്കെ, പാർട്ടീഷനിങ് മെത്തേഡ്സിൻ്റെ അകത്ത് 2 എണ്ണം ഉണ്ട്. അതായത് കെ മീൻസ് ക്ലസ്റ്ററിങ്ങും കെ മീഡിയോട് ക്ലസ്റ്ററിങ്ങും ഉണ്ട്. കെ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലസ്റ്ററിങ് ചെയ്യുന്നതാണ് കെ മീൻസ് ക്ലസ്റ്ററിങ്. സോ കെ മീൻസ് ക്ലസ്റ്ററിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നതാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അതിൻ്റെ കാര്യങ്ങൾ. കെ മീൻസ് ക്ലസ്റ്ററിങ്ങിൻ്റെ അകത്ത് ഓരോ ക്ലസ്റ്റർ എടുക്കും, അതിൻ്റെ മീൻ വാല്യൂ എടുക്കും, ആ മീൻ വാല്യൂ എടുത്തിട്ട് അടുത്തതിലേക്ക് ഇതെടുത്തിട്ട് വാല്യൂ ചെയ്താണ് പോകുന്നത്. അതിനാണ് കെ മീൻസ് ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. ഓക്കെ, കെ മീഡിയോട് ക്ലസ്റ്ററിങ്, അതിൻ്റെ രണ്ടിൻ്റെയും ഞാൻ കറക്റ്റ് അതിൻ്റെ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, അത് നോക്കുക. ഓക്കെ, കെ മീഡിയോട് വ്യത്യാസമുണ്ട്, കെ മീൻസും വ്യത്യാസമുണ്ട്. ഓക്കെ, മറ്റത് മീൻ വാല്യൂ എടുക്കും, മറ്റത് മീഡിയോട് വാല്യൂ എടുക്കും. ആ രണ്ടിനും ഇക്വേഷൻ ഇതുണ്ട്, ഞാനത് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്തേക്കാം, മറന്നു പോകരുത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കെ മീൻസ് ക്ലസ്റ്ററിന് ജസ്റ്റ് എന്ന് പറയാം. കെ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലസ്റ്ററിൻ്റെ മീൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ക്ലസ്റ്ററിൻ്റെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വാല്യൂസ് ഉണ്ടോ, ഓരോ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ, ആ ഓരോ പോയിന്റ്സിൻ്റെ എല്ലാം കൂടി എടുത്തിട്ട് ഡിസ്റ്റൻസ് വാല്യൂ എടുത്തിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മീൻ വാല്യൂ എടുക്കും. അതിനാണ് മീൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലസ്റ്റർ മീൻ എടുക്കും. അത് ക്ലസ്റ്റർ മീൻസ് പറഞ്ഞാൽ ഒരു ക്ലസ്റ്റർ കെ എന്ന് പറഞ്ഞ ക്ലസ്റ്റർ ഉണ്ടെങ്കിൽ കെ ഈക്വൽ ടു അവിടെയുള്ള എല്ലാ വാല്യൂസ് ഏതൊക്കെ എടുത്തുണ്ടോ ഇതാണ് പറഞ്ഞതാണ്. സോ അതിൻ്റെ മീൻ വാല്യൂ എടുക്കുക. സോ MI ഈസ് ഈക്വൽ ടു 1/m ഓ അതിൻ്റെ എല്ലാ ഇതും. അപ്പോൾ ഇവിടെ നോക്കി, കെ മീൻസ് ഈസ് ആൻ ഇറ്ററേറ്റീവ് ക്ലസ്റ്ററിങ് മെത്തേഡ്സ് ഇൻ വിച്ച് ഇറ്റ് ഈസ് സിമിലർ ലെങ്ത് ഈസ് ക്ലസ്റ്റേർഡ് ഈസ് ഒബ്റ്റൈൻഡ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത് ഇതൊക്കെ എല്ലാ ഐറ്റംസ് ആണ്, ഡേറ്റ ഐറ്റംസ് ആണ്. സോ ഡേറ്റ ഐറ്റംസ് സപ്പോസ് ദാറ്റ് കെ ഈക്വൽ ടു 2 എന്ന് നമ്മൾ അസൈൻ ചെയ്തു. എന്നിട്ട് വി ഇനിഷ്യലി അസൈൻ ദി മീൻസ് ടു ദി ഫസ്റ്റ് 2 വാല്യൂസ് M1 ഈക്വൽ ടു 2. ഫസ്റ്റ് 2 വാല്യൂസിൻ്റെ എന്താ മീൻ 2. സെക്കൻഡിൻ്റെ എന്താ M2 എന്താ M2 എന്ന് പറഞ്ഞാൽ എന്താ M2 ഈസ് ഈക്വൽ ടു മീൻസ് ഓഫ് ദി ഫസ്റ്റ് 2 values is equal to M1 equal to 2 M2 equal to 4 കൊടുത്തു. Using Euclidean distance we find that initial K1 is equal to 2,3 and K2 is equal to 4, 10, 12 ഇത്. അതായത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഒരു ഡാറ്റ ഐറ്റവും വേറെ ഡാറ്റ ഐറ്റവും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അങ്ങനെ ഡിസ്റ്റൻസിൻ്റെ ബേസിസിൽ ഇവിടെ ക്ലസ്റ്റർ ചെയ്യും ഓരോ എലിമെൻസിനെ. അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ തന്നിരിക്കുന്ന അത് വായിച്ച് നോക്കുക. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് കെ നെയ്ബർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് കുറേ ഇത് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് 5th മൊഡ്യൂളിൻ്റെ അകത്ത് നമുക്കുള്ളത്.
ഇക്വേഷൻ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇത് ഇക്വേഷൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫിഫ്ത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഈസ് അസോസിയേഷൻ റൂൾസ് മൈനിങ്. സോ അസോസിയേഷൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും അതിൻ്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെ കോൺസെപ്റ്റ് അവിടെ പറയുന്നത്, സപ്പോർട്ടും ദെൻ കോൺഫിഡൻസും, അതിന് ശേഷം അപ്രിയോറി അൽഗോരിതം എന്താണ്, പിന്നെ FP ഗ്രോത്ത് അൽഗോരിതം എന്താണ്, പിന്നെ ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ കോൺസെപ്റ്റ്സ് ഉണ്ട്, ടൈപ്സ് ഓഫ് ഡാറ്റ ഇൻ ക്ലസ്റ്റർ അനാലിസിസ് 2 ടൈപ്പ് ഓഫ് ഡാറ്റയുടെ കാര്യം, പിന്നെ കാറ്റഗറൈസേഷൻ ഓഫ് ക്ലസ്റ്റർ മെത്തേഡ്സ്. കാറ്റഗറൈസേഷൻ 5 രീതിയിൽ കാറ്റഗറൈസ് ഉണ്ട്, ഹൈറാർക്കിക്കൽ, പാർട്ടീഷനിങ്, അങ്ങനെ ഉള്ള 5 രീതി എങ്ങനെയാണോ അത്. പിന്നെ അതിന് ശേഷം വരുന്നത് പാർട്ടീഷനിങ് മെത്തേഡ്സ് ആണ്. പാർട്ടീഷനിങ് മെത്തേഡ്സ് 2 ടൈപ്പ് ഉണ്ട്, K മീൻസും ഉണ്ട്, K മീഡിയോടും ഉണ്ട്. K മീൻസ് എന്ന് പറഞ്ഞാൽ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, മറ്റത് മീഡിയോട് വാല്യൂ. അതേ ഉള്ളൂ രണ്ടും തമ്മിൽ വ്യത്യാസം, വേറെ ഒരു വ്യത്യാസവും ഇല്ല. അതിൻ്റെ ഞങ്ങൾ ഓൾറെഡി സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്കത്. അതിൻ്റെ മെറ്റീരിയൽ ഓൾറെഡി നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഫിഫ്ത്ത് മൊഡ്യൂൾ. അപ്പം നാളെ ഇതിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ ഇരുന്ന് പഠിക്കുക, നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ക്വസ്റ്റ്യൻസൊക്കെ നാളെ രാവിലെ തന്നെ വരും. എക്സാമിൻ്റെ ഡ്യൂറേഷൻ 1 to 2 hours ആയിരിക്കും. എക്സാം എന്ത് ടൈപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പൺ ബുക്ക് ടെസ്റ്റ് ആയിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്ര മണിക്കൂറിനുള്ളിൽ എക്സാമിന് മെറ്റീരിയൽസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ എല്ലാം കറക്റ്റ് നേരത്തെ വെച്ചേക്കുക. സമയം പറഞ്ഞിരിക്കും. ഇപ്പോൾ ഒരു 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ 2 മണിക്കൂറാണെങ്കിൽ 11 മണി തൊട്ട് 1 മണി വരെ. ആ 2 മണിക്കൂർ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എക്സാം എഴുതി കഴിഞ്ഞ് വിത്ത് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ സാധനങ്ങളെല്ലാം ഇതെടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക്. അത് കഴിഞ്ഞ് താമസിച്ച് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്വീകരിക്കുന്നതല്ല, മാർക്ക് അനുസരിച്ച് കുറഞ്ഞു പോകും. ഓക്കെ, താങ്ക് യു. നാളത്തേക്ക് വേണ്ടി പഠിക്കുക.